ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് കുറച്ചു നേരം മുമ്പ് നെവിനും പിന്നെ സാബുമാനും തമ്മിലൊരു ഏറ്റുമുട്ടൽ ഉണ്ടായല്ലോ. അതിൽ അനുമോള് കയറി ഇടപെട്ടു, സാബുമാന്റെ പക്ഷം പിടിച്ചു, അങ്ങനെ ആ രീതിയിൽ ഒരു വഴക്കുണ്ടായല്ലോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നെവിൻ ഫുഡ് കഴിക്കാനിരുന്നപ്പോ നെവിനോടായിട്ട് അനീഷ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അക്ബറും അത് കേട്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അനീഷിന് എന്തുമാത്രം ഒരു ബുദ്ധി ഉണ്ടെന്നും ഈ ഗെയിമിനെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും നമുക്ക് ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവും. അനീഷ് പറയുന്നത് ഇതാണ്: റൂൾ ബുക്കിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ നോമിനേഷൻ ഒരു രീതിയിലും ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം. അത് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് ബിഗ് ബോസ് ഉദ്ദേശിച്ചത് നോമിനേഷൻ ഏത് രീതിയിലായാലും, ഇപ്പോ സ്പോട്ട് നോമിനേഷൻ ആയാലും അല്ലെങ്കിൽ ക്ലോസ്ഡ് ആണെങ്കിലും ഓപ്പൺ ആണെങ്കിലും ഒന്നും നോമിനേഷൻ ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ബിഗ് ബോസിന്റെ റൂള്. അപ്പൊ ആ റൂള് ലംഘിക്കുന്ന ഒരു കാര്യവും നിങ്ങൾ ആരും ചെയ്യരുത് എന്നുള്ളൊരു അഡ്വൈസ് ആണ് നെവിനും അക്ബറിനൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത്. നിങ്ങൾ വെറുതെ അതിന്റെ പേര് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ പോകരുത്, അതവിടെ നിർത്ത്, അതവിടെ വെച്ചേക്കെന്നാണ് അനീഷ് പറയുന്നത്. അനീഷിനെതിരെ ഗെയിം കളിക്കുന്ന രണ്ടുപേരാണ് ഈ നെവിൻ ആണെങ്കിലും അക്ബർ ആണെങ്കിലും ഒക്കെ. പ്രത്യക്ഷത്തിൽ തന്നെ എതിരായിട്ട് ഗെയിം കളിക്കുന്ന രണ്ടുപേരാണ്. പക്ഷെ എന്നാലും അനീഷ് അവിടെ അവർക്കൊരു അഡ്വൈസ് കൊടുത്തു. ആ അഡ്വൈസ് വളരെ പ്രൈസ്ലെസ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് ആണ്. അതിങ്ങനെ കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഉപദേശം അനീഷ് കൊടുത്തതുകൊണ്ട് അനീഷിന് ഒരു നല്ലതും ഇവർ ചെയ്യാൻ പോകുന്നില്ല. അക്ബർ അവിടെയും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് ആർഗ്യൂ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഞാൻ ഓർത്തത്. പക്ഷെ കേട്ടിരിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് അത്രയധികം ഈ ഗെയിമിനെ മനസ്സിലാക്കിയിട്ടുണ്ട്, അത്രയധികം ഗ്രാഹ്യമുണ്ട് ഈ ബിഗ് ബോസ് എന്താണ്, ഈ ഗെയിം എന്താണെന്നുള്ളത്. റൂൾസ് ലംഘിക്കുന്ന ഒരു പ്രവൃത്തിയും അനീഷിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ എടുത്ത് നോക്കണം കേട്ടോ. ഒരു കാര്യം പോലും അനീഷ് ബിഗ് ബോസിന്റെ റൂളുകളെ ലംഘിക്കുന്ന രീതിയിൽ ചെയ്തിട്ടില്ല. നോമിനേഷൻ ചർച്ച ചെയ്യുന്ന ഒരു പരിപാടി ഒട്ടും തന്നെ ചെയ്തിട്ടില്ല. അപ്പൊ അനീഷ് പറയുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ നോമിനേഷന്റെ പ്രത്യേകതയായിരുന്നു നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് വോട്ട് ചെയ്യുക എന്നുള്ളത്, നോമിനേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യാതിരിക്കുക എന്നാണ് ഇവരുടെ അടുത്ത് പറഞ്ഞത്. അതൊരു നല്ല ഉപദേശമാണ്. അത് എല്ലാവരുടെ അടുത്തുമായിട്ട് അനീഷ് പറയേണ്ട ഒരു കാര്യമാണ്. ആര്യനും ഇത് കേട്ടിരിക്കുന്നുണ്ട്. നമ്മളും അംഗീകരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. എത്രയധികം ഈ ഗെയിമിനെ അറിയാവുന്ന ഒരു മത്സരാർത്ഥിയാണ് അനീഷ്.